ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇത് നമ്മൾ റേ ഒപ്റ്റിക്സിലെ ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. ഇത് 1991 ചോദിച്ച ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, വി ഷാൽ ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ. എ തിൻ റോഡ് ഓഫ് ലെങ്ത് f/3 ഈസ് പ്ലേസ്ഡ് അലോങ് ദ ഒപ്റ്റിക് ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് f such that its image which is real and elongated just touches the rod. എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇതിവിടെ സി, ഇവിടെ എഫ്. ശരി, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മളൊരു തിൻ റോഡ് വെച്ചു അല്ലേ, ഒരു റോഡ് വെച്ചു. റോഡെന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള റോഡ്. ഇങ്ങനെ ഒരു റോഡ് ഇവിടെ വെച്ചപ്പോൾ ഈ റോഡിൻ്റെ ഇമേജ് എന്ത് ചെയ്തു? റോഡുമായിട്ട് ടച്ച് ചെയ്തു. അതായത് ഒബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ എന്ത് വന്നു? ഇമേജും വന്നു. ഇത് എപ്പോഴാണ് സാർ സംഭവിക്കുക? നമ്മൾ അറ്റ് സിയിൽ ഒബ്ജക്റ്റിന് വയ്ക്കുമ്പോൾ, അല്ല അറ്റ് സിയിൽ വയ്ക്കുമ്പോൾ അറ്റ് സിയിൽ തന്നെ ഇമേജ് ഉണ്ടാവും, ശരിയല്ലേ? പക്ഷേ ഇവിടെ നമ്മുടെ റോഡെന്ന് പറയുന്നത് ഈ രീതിയിലാണ്. കണ്ടോ, ഇങ്ങനത്തെ റോഡാണ്. കണ്ടോ, ഇങ്ങനെയാണ് റോഡ് ഇരിക്കുന്നത്. ക്ലിയർ? വെർട്ടിക്കൽ അല്ല, ഇങ്ങനെയാണ്. അപ്പോൾ എ ബി ആണ് നമ്മുടെ റോഡെങ്കിൽ ഇമേജ് എങ്ങോട്ടേക്ക് ആയിരിക്കും? ഇമേജ് എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റ് സിയിൽ വയ്ക്കുമ്പോൾ ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ? പക്ഷേ താഴത്തേക്കല്ല ഇൻവേർട്ടഡ് ആവുക, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട്. കണ്ടോ, ഇങ്ങോട്ടേക്ക് ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ക്ലിയർ? ഇതായിരിക്കും നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ഇമേജിനെ ഞാൻ A' B' എന്ന് വിളിച്ചു. ക്ലിയർ? അങ്ങനെയെങ്കിൽ മാഗ്നിഫിക്കേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -v/u. സോ നമുക്കിവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ റോഡിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്. റോഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? റോഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് f/3. ഈ ഫോക്കൽ ലെങ്ത്ത് f ആണ്, റോഡിൻ്റെ ലെങ്ത്ത് f/3 ആണ്. ക്ലിയർ? റോഡിൻ്റെ ലെങ്ത്ത് f/3 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫ് അല്ലേ, ഇത് എത്രയായിരിക്കും? 2f/3. ശരിയല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? f കിട്ടി. ഇത് f. ഈ ടോട്ടൽ ദൂരം എത്രയാണ്? 2f ആണ്. ശരിയാണോ നോക്കി? ചെറിയൊരു കാര്യമാണ്, സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? യെസ്. ഓക്കെ, സോ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻവശത്തു നിന്നും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മിറർ വരെയുള്ള ദൂരം എത്രയായിരിക്കും? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2f/3 പ്ലസ് എഫ്. 2f/3 പ്ലസ് എഫ് എത്രയായിരിക്കും? ദിസ് ഈസ് 5f/3. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കിട്ടി. നമുക്ക് ഇനി വി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? മിറർ ഫോർമുല 1/f = 1/v + 1/u. ഇതിൽ നിന്ന് 1/f - 1/u ഇതായിരിക്കും നമ്മുടെ 1/v. ക്ലിയർ? അപ്പോൾ ഇതിൽ സൈനോട് കൂടെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, വി കണ്ടുപിടിക്കുക. എഫ് നമുക്ക് എഫ് തന്നെ ആയിട്ട് എടുക്കാം. കോൺകേവ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയായിരിക്കും, കോൺകേവ് ലെൻസ് ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ്. കോൺകേവ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ -1/f എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, ദെൻ മൈനസ് ഓഫ് യുവിൻ്റെ വാല്യൂ ഇത്ര 2f/3 അല്ലേ? ഇത് ഇപ്പുറത്തല്ലേ ഇരിക്കുന്നത്? യെസ് ഓർ നോ? ലെഫ്റ്റ് സൈഡിലല്ല ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലിരിക്കുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണം, ലെഫ്റ്റിലുള്ളതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കണം. സോ ഇത് നെഗറ്റീവ് ആക്കുമ്പോൾ നെഗറ്റീവാണ്, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. നോക്കി ഇതിൻ്റെ റെസിപ്രോക്കൽ നമുക്ക് 1/u അല്ല ഇട്ട് കൊടുക്കേണ്ടത്. സോ 1/u എന്തായിരിക്കും? 1/u എന്ന് പറഞ്ഞാൽ 3/5f ആയിരിക്കും അല്ലേ? യെസ് ഓർ നോ? -3/5f മൈനസ് പ്ലസ് ആയി. അപ്പോൾ ഇവിടെ 3/5f എന്ന് ഇട്ട് കൊടുത്തു. ക്ലിയർ? ദിസ് ഈസ് ഈക്വൽ ടു 1/v. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദിസ് ഇംപ്ലൈസ് ഇത് എത്ര കിട്ടുക? -5f + 3f/5f² അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയടാ? ഇത് എത്രയാണ് കിട്ടി? -2f/5f². അതായത് -2/5f എന്ന് കിട്ടി. ശരിയല്ലേ? 1/vയുടെ വാല്യൂ വിസിബിൾ അല്ലേ? 1/vയുടെ വാല്യൂ കിട്ടി. 1/v = -2/5f. ദിസ് ഇംപ്ലൈസ് v എന്തായിരിക്കും? മറച്ചിടുക, -5f/2. ശരിയല്ലേ? മാഗ്നിഫിക്കേഷൻ എന്താണ് സാർ? -v/u. -v/u എന്ന് പറയുമ്പോൾ v എത്രയാണ്? -5f/2 ഡിവൈഡഡ് ബൈ u എന്തായിരുന്നു? -3/5f അല്ലേ? മറച്ചിടുമ്പോൾ എന്ത് വന്നു? ഇവിടെ 3 വന്നു, -3/5f എന്ന് വന്നു അല്ലേ? യെസ് ഓർ നോ? ഒരു മൈനസ് സൈനും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലേ? ശ്രദ്ധിക്കുക, വിയുടെ വാല്യൂ
മൈനസ് 5f/2. യുവിൻ്റെ വാല്യൂ ഇത് അല്ലേ? ശരി. സോ ഇവിടെ ഈ ഒരു മൈനസ് സൈനില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. ശരി. അപ്പോൾ മൈനസ് മൈനസ് ഇതൊക്കെ എത്രയായിട്ട് മാറി? 5 ക്യാൻസൽ, -3/2. ഇതായിരിക്കും നമ്മുടെ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ദിസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ.